മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണിയുടെ ശതാഭിഷേകമാണിന്ന്. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക ദിനത്തിലാണ് എ കെ ആന്റണിയുടെ പിറന്നാളും. എ കെ ആന്റണിക്ക് 24ന്റെ പിറന്നാൾ ആശംസകൾ. ആദർശത്തിന്റെ ആൾരൂപമാണ് അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന എ കെ ആന്റണി. ഒരു പദവിയും വ്യക്തി താൽപര്യം സംരക്ഷിക്കാൻ ഉപയോഗിക്കരുതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തി. ജാതിമത ശക്തികളുടെ സമ്മർദ്ദതന്ത്രങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും കീഴടങ്ങിയിട്ടില്ലാത്ത വ്യക്തി. 1940 ഡിസംബർ 28-ന് അറയ്ക്കപ്പറമ്പിൽ കുര്യൻ പിള്ളയുടെയും ഏലിക്കുട്ടിയുടെയും മകനായി ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് എ കെ ആന്റണി ജനിച്ചത്. കേരള സ്റ്റുഡൻസ് യൂണിയൻ അംഗമായതോടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായത്. കേരളത്തിലെ രാഷ്ട്രീയ റെക്കോർഡുകളേറെയും ആന്റണിയുടെ പേരിലാണ്. 32-ാം വയസ്സിൽ KPCC പ്രസിഡന്റ്, 36-ാം വയസ്സിൽ മുഖ്യമന്ത്രി, പിന്നീട് 2 തവണ കൂടി മുഖ്യമന്ത്രിയായി. ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രി പദവിയിലിരുന്നതും ആന്റണി തന്നെ. കേന്ദ്രമന്ത്രിസഭയിൽ രണ്ടാമനായിരുന്ന മറ്റൊരു മലയാളിയില്ല. രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും ഉന്നത പദവിയിലെത്തിയ നേതാവും ആന്റണിയാണ്. ചാരായ നിരോധനം, തൊഴിലില്ലായ്മ വേതനം, സർക്കാർ ജീവനക്കാർക്ക് ഫെസ്റ്റിവൽ അലവൻസ്, ആദ്യത്തെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്, നോർക്ക രൂപീകരണം, വല്ലാർപാടം പദ്ധതി തുടങ്ങി എത്രയോ നേട്ടങ്ങൾ. പ്രതിരോധ മന്ത്രിയായിരിക്കെ വിഴിഞ്ഞം പദ്ധതിക്ക് ക്ലിയറൻസ് നൽകിയ ആന്റണി ബ്രഹ്മോസ് ഉൾപ്പെടെ ഒട്ടേറെ പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കൊച്ചി കപ്പൽശാലയ്ക്കും നാവിക അക്കാദമിക്കും പുതിയ വിധാനങ്ങൾ നൽകി. വിമുക്ത ഭടന്മാർക്ക് 1 റാങ്ക് 1 പെൻഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചതും ആന്റണി തന്നെ. കേന്ദ്ര പൊതുവിതരണ മന്ത്രിയായിരിക്കെ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങളുണ്ടായപ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കാനും ആന്റണി മടിച്ചില്ല. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാനും മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി തയ്യാറായി. രാഷ്ട്രീയം ജനനന്മയ്ക്കായിരിക്കണമെന്ന തത്വം ജനതയെ ഇന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എ കെ ആന്റണി എന്ന അപൂർവ വ്യക്തിത്വം. എ കെ ആന്റണിക്ക് 24ന്റെ പിറന്നാൾ ആശംസകൾ. റിസർച്ച് ഡെസ്ക് 24.